പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ലിസി എന്നാണ്. എൻ്റെ സ്വദേശം പുനലൂരാണ്. എന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് കോയമ്പത്തൂർ പൊള്ളാച്ചിയിലാണ്. ഇപ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. എൻ്റെ ചെറുപ്പപ്രായം 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് എൻ്റെ മാതാവ് എനിക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകുവാൻ ഇടയായി തീർന്നത്. 5 മാസം 15 ദിവസം ഉള്ളപ്പോഴാണ് എൻ്റെ മാതാവ് എനിക്ക് ജന്മം നൽകിയത്. ഞാൻ ചെറുപ്പപ്രായം മുതൽ 4.5 വയസ്സ് വരെയും ഹോസ്പിറ്റൽ ജീവിതമായിരുന്നു. 6.5 വയസ്സിലാണ് എൻ്റെ ഒരു കണ്ണിന് കാഴ്ച അല്പമായി ലഭിക്കുവാൻ ഇടയായി തീർന്നത്. ക്രമേണ ദൈവം തമ്പുരാൻ എൻ്റെ ഒരു കണ്ണിന് കാഴ്ച തരുവാൻ ഇടയായി തീർന്നു. ഒരു കണ്ണിന് ഇപ്പോഴും കാഴ്ചയില്ല. ഇതാണ് എൻ്റെ സാഹചര്യം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, തൃപ്പാദത്തെങ്കിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. കർത്താവെ, തുടർന്ന് ദൈവവചനം സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ജനത്തിന് അത് അനുഗ്രഹമായി തീരുവാനിടയാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് 37-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാമല്ലോ. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയം വയ്ക്കുക, അവനത് നിവർത്തിക്കും. ഇവിടെ 3 പോയിന്റുകളാണ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ഒന്ന്, നിന്റെ വഴി. നമ്മളുടെ ഓരോരുത്തരുടെയും വഴി യഹോവയിൽ ഭരമേൽപ്പിക്കണം. പലപ്പോഴും നമ്മളുടേതാകുന്ന വഴികൾ ഒന്നുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് മുഖാന്തരം തിരഞ്ഞെടുത്ത് തരുന്ന ഒരു വഴിയുണ്ട്. നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന വഴിയുമുണ്ട്. വ്യത്യസ്തമായ നിലകളിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ എന്ത് ചെയ്യാറുണ്ട്? പലവിധമാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ വഴിതെറ്റിപ്പോകാറുണ്ട്. അവിടെ നമ്മൾക്ക് പലവിധமான ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി ഒരിക്കലും നമുക്ക് അനുകൂലമായി തീരാത്ത അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ഇവിടെ ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക. അപ്പം ദൈവത്തിൻ്റെ വഴിയെ യഥാർത്ഥമായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളും ദൈവത്തിൻ്റെ വഴിയെ തിരസ്കരിച്ചു പോയതായ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായതായ അനുഭവങ്ങളും എന്താണെന്ന് ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായ വഴികൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് മുഖാന്തരം വരുന്നതായ അനുഭവങ്ങൾ, ഇതിൽ കൂടെ നമ്മൾക്ക് എന്താണ് നന്മ ലഭിക്കുന്നത്, എന്താണ് നമുക്ക് ദോഷമായി വരുന്നത്? നമ്മൾ പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് തിരഞ്ഞെടുത്ത് കൊണ്ട് തരുന്ന വഴി, അല്ലെങ്കിൽ ദൈവഹിതം ഇല്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി, അതിനകത്ത് എന്തുണ്ടാകാറുണ്ട്? പലവിധമാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകാറുണ്ട്. അതുപോലെ അതിന് ഒരു ഉദാഹരണം വചനത്തിൽ എടുക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടും ഹല്ലേലൂയ, അബ്രഹാം തൻ്റെ സഹോദരനായ ലോത്തിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ദൈവം പറഞ്ഞിട്ടുണ്ട് നിന്നോടൊരു വാക്ക്, അതിന് അനുസരിച്ച് നീ എന്ത് ചെയ്യണം? കടന്നു പോകാൻ പറഞ്ഞപ്പോൾ ലോത്ത് ആ വാക്ക് കേൾക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന യഥാർത്ഥമായി അനുസരിച്ചതായ യോസേഫിനെ ദൈവം തിരഞ്ഞെടുത്ത് ഒരു രാജ്യത്തിന്റെ പദവിയിൽ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ തിരഞ്ഞെടുപ്പ് പലപ്പോഴും ജീവിതത്തിൽ പരാജയങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടുത്തലുകൾ, അപമാനങ്ങൾ ഒക്കെ കടന്നു വരാം. അല്ലെങ്കിൽ അവിടെ ദേശത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോവുകയാണെന്ന്, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ അത് കേൾക്കാതെ വണ്ണം ലോത്ത് നിൽക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ യോസേഫിന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ ദൈവസന്നിധിയിൽ
കാത്തിരിക്കുന്ന ഒരു യോസഫിനെയാണ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. അബ്രഹാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അബ്രഹാം ആദ്യം സ്വന്തം തീരുമാനത്തിൽ തൻ്റെ വഴികളിൽ റൂട്ടിൽ കൂടെ കടന്നുപോയിട്ട് ദൈവം അബ്രഹാമിന് ചില വാഗ്ദത്തങ്ങൾ കൊടുത്ത് അബ്രഹാമിനെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ, അല്ലെങ്കിൽ ദൈവം അവരുടെ മേൽ വച്ചിരിക്കുന്ന അവകാശങ്ങൾ നിറവേറ്റുന്നതിനുള്ളതായ സമയങ്ങൾ, അത് നമ്മൾ കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുത്തുമെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ മതിയായവനാണ്. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയം വെക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തിൽ, മനുഷ്യരിലല്ല ആശ്രയം വെക്കേണ്ടത്, ദൈവത്തിലാണ് നമ്മൾ ആശ്രയം വെക്കേണ്ടത്. നമ്മുടെ ആശ്രയം പലപ്പോഴും നമ്മൾ ഇന്ന് ലോകത്തിൽ നമ്മൾ പലവരിലും കാണാറുള്ള ഒരു കാര്യം, ലോകത്തിലേക്കാണ് അല്ലെങ്കിൽ വ്യക്തികളിലേക്കാണ് ആശ്രയം വെക്കാറുള്ളത്. ദൈവസന്നിധിയിൽ ആശ്രയം വെക്കാൻ ഇന്ന് ആർക്കും താല്പര്യമില്ല, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ താല്പര്യമില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ആശ്രയം വെച്ചതായ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയതായ ഹന്നയെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. അവളുടെ ജീവിതത്തിൽ നിന്ദകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഒരു കുഞ്ഞില്ല എന്നുള്ളതായ വേദന അവളെ വളരെ വേദനപ്പെടുത്തിയിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ അവൾ ആശ്രയം വെച്ചപ്പോൾ ദൈവം അവളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ വിടുതൽ എന്തുമാത്രമാണെന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. അപ്പോൾ നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം, ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായി, നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമതായി, ദൈവത്തിൽ വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വഴി, യഥാർത്ഥമായ വഴിയെ ഒരു ദൈവ പൈതലിനെ തിരഞ്ഞെടുക്കുവാൻ തക്കോണം കഴിയുകയുള്ളൂ. ലോകത്തിൽ പല വഴികൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എല്ലാ വഴികളിലും ചാടുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. അതിനുദാഹരണമാണ് 1-ാം സങ്കീർത്തനം. 1-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ത് ചെയ്യരുത്, നീ നടക്കരുത്. ഒരു ദൈവ പൈതൽ നടക്കേണ്ടത് എങ്ങനെയാണെന്നും, ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്നും, ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും, ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നും ആ 1-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ആ വാക്യത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ എന്ത് ചെയ്യരുത്, നടക്കരുത്. ഒരു ദൈവ പൈതലിന് യോജിച്ചതല്ല. രണ്ടാമത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. അപ്പൊ പാപം പെരുകുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദൈവ പൈതലിന് പാപത്തെ അതിജീവിക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കണം. പാപികളോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മൾക്ക് ഒരിക്കലും അനുവാദം തന്നിട്ടില്ല. പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ ദൈവനാമത്തെ ദുഷിപ്പിക്കുന്ന അങ്ങനെയുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് രസിക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികളുടെ മുൻപിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. അത് ദൈവത്തിന് ഹിതമല്ല. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാനും പാടില്ല. അപ്പം നമ്മൾ ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ ശക്തമായി പ്രബോധിപ്പിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ദുഷ്ടന്റെ വഴിയിൽ നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യണം, സന്തോഷിക്കണം. അപ്പം യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് വഴിയിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്വയപരിശോധന ചെയ്തു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മൾക്ക് ദൈവത്തിന്റെ ആ വാഗ്ദത്തം പിടിച്ചെടുക്കുവാൻ പറ്റും, അവകാശം പ്രാപിക്കുവാൻ തക്കോണം പറ്റും. അവിടെ പറയുന്നു, യഹോവയുടെ വചനത്തിൽ എന്ത് ചെയ്യണം, രാപ്പകൽ ധ്യാനിക്കണം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം തക്കകാലത്ത് ഫലം കായ്ക്കും, വാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട കാലത്തിൽ ഉണ്ടാകേണ്ട നന്മകളുണ്ട്. അതിൻ്റെ നന്മകൾ നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മുടെ റൂട്ടുകൾ വിട്ടുകൊടുക്കണം. മാനുഷിക നിലകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കടന്നു പോകാൻ പാടില്ല. ആ ദിവസങ്ങളിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പദ്ധതികൾ വളരെ വലുതാണ്. ദാനിയേൽ ദൈവത്തിൻ്റെ വഴിയിൽ തൻ്റെ ജീവിതം ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇയ്യോബ് തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യോസേഫ് തൻ്റെ ജീവിതത്തിൽ ഇവർ 3 പേരുടെ
പേരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ നിലകളിലാണ് ദൈവത്തെ രുചിച്ചറിയുവാനും ദൈവത്തിന്റെ വഴിയിൽ കൂടി കടന്നു പോകുവാൻ തക്കോണം ഇടയായി തീർന്ന്. ദാനിയേൽ തൻ്റെ മാളിക മുറിയിൽ പ്രാർത്ഥനാ സമയങ്ങൾ ചെലവഴിച്ചപ്പോൾ ദൈവം തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ നെബൂഖദ്നേസർ രാജാവ് പറയുന്നുണ്ട്, ദാനിയേൽ സേവിച്ച ദൈവത്തെ തന്നെ സേവിക്കണം എന്ന്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ദാനിയേൽ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ വഴി യഥാർത്ഥമായ ഒരു വഴിയാണെന്ന് ദാനിയേലിന് നന്നായി ഉറപ്പുണ്ടായിരുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ, ബുദ്ധിമുട്ടുകൾ, ശാരീരികമായി രോഗങ്ങൾ കടന്നു വന്ന് തന്നെ മരണത്തിന് ശത്രുവിന്റെ കൈകളിൽ പിശാച് നോട്ടമിട്ടപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, അവന്റെ ആത്മാവിനെ മാത്രം നീ തൊട്ടുപോകരുതെന്ന്. ഇയ്യോബിനറിയാം, എൻ്റെ ശരീരത്തിൽ രോഗം തന്നത് കർത്താവാണ്, അതിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതിൽ ഇയ്യോബ് ഉറച്ചു നിൽക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഞാൻ മരിച്ചാലും ജീവിച്ചാലും ദൈവം എനിക്ക് ജീവൻ തരും എന്നുള്ളതായ ഒരു ഉറപ്പ് ഇയ്യോബിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദിവസങ്ങൾ നമ്മളുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നതായ വിളി എന്തെന്ന്, നമ്മളിലുള്ള വിഷൻ എന്തെന്ന് നമ്മൾ തിരിച്ചറിയുമെങ്കിൽ ആ റൂട്ട് ഒരിക്കലും തെറ്റായി പോവുകയില്ല. ദാനിയേൽ തിരഞ്ഞെടുത്ത റൂട്ട് അനുഗ്രഹമായിരുന്നു. ഇയ്യോബ് തിരഞ്ഞെടുത്ത റൂട്ട് അനുഗ്രഹമായിരുന്നു. യോസേഫ് തിരഞ്ഞെടുത്ത റൂട്ട് അനുഗ്രഹം. യോസേഫിന്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരന്മാർ എല്ലാവരും തനിക്ക് വിരോധമായി നിന്നപ്പോഴും അവിടെ ദൈവം തൻ്റെ സ്വപ്നത്തെ അവിടെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടയാക്കിയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, സ്വപ്നം കൊടുത്തത് കർത്താവാണ്, ദർശനം കൊടുത്തത് കർത്താവാണ്. ദൈവത്തിന്റെ വഴിയിൽ കൂടെ തന്നെയാണ് യോസേഫ് കടന്നു പോകുന്നതെന്ന് യോസേഫിന് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇവർ 3 പേരും വ്യത്യസ്തമായ നിലകളിലാണ് ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കുമെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായി തീരട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാമല്ലോ. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തൃപ്പാദത്തിൽ ഏൽപ്പിക്കുന്നു. നിന്റെ വചനത്തിൽ പറയുന്ന നിന്റെ വഴി യഹോവയിൽ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയം വയ്ക്കുക, അവനത് നിവർത്തിക്കും. ഞങ്ങളെ നിവർത്തിപ്പിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ ഭക്തന്മാരെ നടത്തിയ ദൈവം ഞങ്ങളെ നടത്തുവാൻ ശക്തനാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.